ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യൻ എങ്ങനെ പ്രണയിച്ചു എന്നെല്ലാവർക്കും അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ്. അവസാനം ആര്യനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറയുകയാണ്. അതൊരു ദിവ്യ പ്രണയമായിരുന്നു, മറ്റാരും കാണാതെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, അതും ശരി, നിങ്ങൾ എവിടെ വെച്ച് സംസാരിച്ചു? ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഒരു കോഡ് ഭാഷ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഡ് ഭാഷയോ? അതെന്ത് ഭാഷ എന്ന് ആകാശ് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നൊരു ഭാഷയായിരുന്നു. ചേട്ടാ, എന്ന് നിൻ്റെ മൊയ്തീൻ്റെ കഥ പോലെയാണോ? അപ്പോഴേക്കും നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് വന്നു, ആര്യ എന്ന് വിളിച്ചുകൊണ്ട്. അതിനിടയ്ക്ക് അമ്മ വന്നോ? അമ്മയൊന്ന് പോയേ, ഇവിടെ ആര്യനോട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ചേച്ചി, ഇവൻ്റെ കല്യാണം എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയട്ടെ എന്നൊക്കെ ധർമ്മൻ പറയുകയാണ്. പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അമ്മ വന്നു. അമ്മയെ പൊക്കെ, ഞങ്ങൾ ബാക്കി കാര്യം കൂടെ കേൾക്കട്ടെ എന്ന് ആകാശവും അനുശ്രീയും. അതൊക്കെ പിന്നെ കേൾക്കാം. എടാ, നീ മുറിയിലേക്ക് ചെന്നേ. ഇല്ല അമ്മേ, ഞാനിന്ന് ഇവിടെ കിടന്നോളാം. എന്താ, നിനക്ക് ചമ്മലാണോ? ഇവരൊക്കെ കളിയാക്കുന്ന വെച്ചിട്ടാണോ നീ ഈ പറയുന്നത്? അതൊന്നും വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു. മീനാക്ഷി ചേച്ചി, നമുക്കിവിടെ നിന്ന് വർത്താനം പറയാം എന്ന് അനു പറഞ്ഞപ്പോഴേക്കും ആകാശേ, അല്ല ഞാനും ഇവിടെ, പിന്നെ എവിടെയാണ് നിൽക്കണ്ട, അങ്ങോട്ട് പോയേ, അങ്ങോട്ട് ബാ, നമുക്ക് പോകാം. അല്ല എന്നാൽ പിന്നെ ഞാൻ താഴേക്ക് പോവുക എന്നും പറഞ്ഞ് ആകാശ് താഴേക്ക് പോവാട്ടോ. അപ്പോൾ മീനാക്ഷി ആര്യനോട് സംസാരിക്കുകയാണ്. ആരും വരാൻ കൂട്ടാക്കിയില്ല, അതുകൊണ്ടാണ് മീനാക്ഷി സംസാരിക്കുന്നത്. എൻ്റെ പൊന്നാര്യ, ഒന്ന് വന്നേ ഇങ്ങോട്ട്. നീ ഇന്നും ഇത്രയോടൊപ്പം ഒരു റൂമിൽ വേണം കഴിയാനായിട്ട്. അമ്മ വന്ന് വിളിച്ചാൽ വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാനും കൂടി വന്ന് വിളിച്ചത്. വന്നേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴേക്കും ധർമ്മനും അനുവും മാത്രമായി. ഇതെന്താ ഇത്? മീനാക്ഷിയെ ആകാശ് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേക്കും എന്തൊരു ബഹളമായിരുന്നു ചേച്ചി. ഇപ്പോൾ എന്താ ചേച്ചി എന്താ ഒരു ബഹളവും വെക്കാത്തത്? ചേച്ചിക്ക് ഇപ്പോൾ എന്താ ഭയങ്കര സന്തോഷം? കണക്ക് കൂട്ടലൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതേ സമയം ഗോമതിയോടും മീനാക്ഷിയോടും ആര്യൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു, പക്ഷേ ഇനി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് അമ്മ അനുവദിക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വന്നേ ഇങ്ങോട്ട്. അത് നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് മിത്രയോടൊപ്പം മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മക്കളെ, ഞാനാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ വിവാഹത്തോട് ഒരു താല്പര്യമില്ലായിരുന്നു എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ, അതിൽ ഞാനത് ചെയ്തു. ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയും അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഒരു വലിയ പ്രതിസന്ധി മറികടക്കാൻ എടുത്ത ഒരു വലിയ തീരുമാനം, മറ്റൊന്നും എനിക്ക് മുമ്പിലില്ലായിരുന്നു. നിങ്ങളിങ്ങനെ രണ്ട് ശരീരം ഒരു മനസ്സുമൊക്കെ ആയിട്ട് ഒരുമിച്ച് കഴിയേണ്ടവരാണ്. മറ്റുള്ളവരെന്ത് കരുതും? അവർ വിചാരിച്ചിരിക്കുന്നത് നീ ഇവളും ഭയങ്കര പ്രണയത്തിലാണെന്നല്ലേ. അപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും ജീവിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കുറച്ച് സമയം പൊരുത്തക്കേടുകളുണ്ടാകും, പിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തവരെ നിങ്ങളങ്ങ് അടുക്കും മക്കളെ എന്നൊക്കെ ഗോമതിയുടെയും മീനാക്ഷിയുടെ ഉപദേശം കേട്ടിട്ട് ആര്യൻ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക കേട്ടോ. എന്തുവാടാ ഇത്? എന്തോ നീ ഇങ്ങനെ ഇത് ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോമതി. അതെ, ഈ കോമഡി ഷോയിൽ കോമഡി പോലെ അമ്മയുടെ സംസാരം, പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും? രണ്ട് ശരീരമോ ഒരു മനസ്സോ, ഈ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത തരത്തിലുള്ള അടുപ്പം. എൻ്റെ പൊന്നമ്മ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ഇന്ന് കേൾക്കേണ്ട തമാശ? കണ്ണിച്ചോരയില്ലാത്ത ഇങ്ങനെ തമാശ പറയല്ലേ. നീ എന്നെ കളിയാക്കുവാണോടാ? എടാ നിനക്കുട്ടിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി തല്ലാൻ കൈ ഓങ്ങുക. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, എൻ്റെ പൊന്നമ്മ, ഇവരെ ശാന്തരാക്കാൻ വന്നിട്ട് അമ്മ തന്നെ ചൂടാവുക. ദേഷ്യപ്പെടാതെ ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഒന്നാമതേ ബാലേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എൻ്റെ വെപ്രാളത്തിൽ നിൽക്കുക ഞാൻ. ബാലേട്ടൻ കടയിൽ എങ്ങനെ കഴിയുന്നു, വല്ലതും കഴിച്ചോ, ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇവരൂടി ഇങ്ങനെ തുടങ്ങിയാലോ എന്നും പറഞ്ഞ് ഭയങ്കര നിരാശയിലും ദേഷ്യത്തിലും സംസാരിക്കുകയാണ് ഗോമതി. അപ്പുറത്ത് അമ്മൻ്റെ ദേട്ടൻ്റെ അവസ്ഥ അങ്ങനെ മനസ്സ് പലയിടത്തുമായിട്ട് കിടക്കുക. അതിൻ്റെ കൂടെ ഇവനൂടി ഇങ്ങനെ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ മീനാക്ഷി പറഞ്ഞു, ആര്യ നീ എഴുന്നേക്ക്, ഇവിടെ നോക്ക്. ഇനിയിപ്പം നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രമല്ല ആര്യ ഇവിടെ പ്രാധാന്യം. മിത്ര ആകെ പേടിച്ച് നിൽക്കുക. ഈ വീട്ടിൽ ആദ്യമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എനിക്കറിയാം. ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എൻ്റെ ചേച്ചി, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നന്നായിട്ട് അറിയാം, ഞാൻ തീരുമാനിച്ചോളാം. അപ്പോൾ കോമഡി പറഞ്ഞാൽ, ഇല്ല, നിനക്കങ്ങനെ തന്നെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. ചില കാര്യങ്ങളിൽ ഞാൻ ഇടപെടും, ഞങ്ങൾ വീട്ടുകാരിടപെടും, അങ്ങനെ നിനക്ക് തന്നെ തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അല്ലെങ്കിലും എൻ്റെ കാര്യമൊന്നും എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ, എല്ലാം അച്ഛൻ്റെ ഇഷ്ടത്തിനായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിവാഹം വന്നപ്പോൾ അത് അമ്മയുടെ ഇഷ്ടവും.
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലും എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശയോട് കൂടിയിട്ട് ആര്യൻ ഇങ്ങനെ സംസാരിക്കും. ഇത്രയും ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക. മീനാക്ഷി പറഞ്ഞു, കഴിഞ്ഞതൊക്കെ പോട്ടെ, വിട്ടുകള, ഒന്നും കഴിഞ്ഞില്ലേ ഏട്ടത്തി, ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നൊന്നുമല്ല എൻ്റെ തലയിൽ കെട്ടിവെച്ചത്, ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട ഭാരമല്ലേ. അപ്പോൾ ഗോമതി അവനിട്ട് കൈക്കിട്ടൊരു തല്ല് കൊടുക്കുക കേട്ടോ. അപ്പച്ചി എന്നും പറഞ്ഞ് മിത്ര തടഞ്ഞു. നീ എന്തുവാടാ പറഞ്ഞത്? ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഭാരമാണോ? അപ്പോഴേക്കും അപ്പച്ചി പോട്ടെ അപ്പച്ചി, സാരമില്ല എന്ന് മിത്ര. ദേ, എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാട്ടോ നീ മിത്രയെ താലി കെട്ടിയത്. ആ ഒരു ന്യായം വെച്ച് എന്തും പറയാനും നീ അങ്ങോട്ട് കരുതിയേക്കരുത്. അപ്പം മീനാക്ഷി പറഞ്ഞു, അമ്മേ, ആര്യൻ അതിൻ്റെ അർത്ഥമോ യുക്തിയൊന്നും നോക്കി പറഞ്ഞതല്ല, അറിയാതെ നാവിന്ന് വന്നു പോയതാ, പോട്ടെ, നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ മീനാക്ഷി പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുക. ഇക്കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ബാലേട്ടൻ എന്നെ കൊച്ചാക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടോ? മീനു, നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി ആകെ ടെൻസ്ഡായി സംസാരിക്കുക. ഞാനോ ബാലേട്ടനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ല, നീയും ആകാശം അങ്ങനെ പറയാറുണ്ടോ? അതുപോലെയല്ലേ ഇവർ. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, പോട്ടെ പോട്ടെ പോട്ടെ, മുറിവുകളൊക്കെ കെട്ടിയോനും കെട്ടിയോളും കൂടെ സംസാരിച്ച് അങ്ങോട്ട് തീർത്തോളും. അല്ലേ മിത്രേ? ബാ മിത്രേ, ഇങ്ങ് വന്നേ, പാല് ദേ ഇവിടെ ഇരിപ്പുണ്ട്. ചൂടുള്ള പാലായിരുന്നു, പക്ഷേ ഇപ്പം തണുത്ത് കാണും. സാരമില്ല, പഴവും ഇരിപ്പുണ്ട്. പാലും പഴമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ ആരംഭിക്കുക. അമ്മേ, സ്വർഗത്തിലെ കട്ടർബാവാതെ നമുക്ക് അങ്ങോട്ട് മാറിക്കൊടുക്കാം, വാ. അപ്പം എനിക്ക് ആകെ എൻ്റെ പൊന്നു മോനെ, മോൻ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മയുടെ വിഷമം കൊണ്ടല്ലേ തല്ലിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി ആര്യനെ സമാധാനിപ്പിക്കാനായിട്ട് നിൽക്കുക. എൻ്റെ പൊന്നമ്മേ, ഈ ഒരു ചെറിയ തല്ലിന് അവന് ഇത്ര വിഷമോ? അവനൊരു വിഷമവും ഇല്ല. ഇല്ല ആര്യ, അപ്പോൾ തല്ലിയതിനൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ എന്നും പറഞ്ഞ് ആര്യയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, മതി, ഇനിയൊന്നും പറയണ്ട, അമ്മ വന്നേ എന്നും പറഞ്ഞിട്ട് ഗോമതി മീനാക്ഷി വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണേ. ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നുമുണ്ട് നമ്മുടെ ആര്യനും മിത്രയ്ക്കും. പുറത്തിറങ്ങിയ ഗോമതിക്ക് ആകെ ടെൻഷൻ. മീനു, ആര്യനും മിത്രയോട് ഇത്ര വലിയ ശത്രുതയുണ്ടോ? അമ്മയ്ക്കല്ല എന്നേക്കാൾ കൂടുതൽ ഇതറിയാവുന്നത്, നിങ്ങളല്ലേ നേരത്തെ കണ്ടിട്ടുള്ളത്. ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന ദിവസം തൊട്ട് കാണുന്നത് അവർ തമ്മിലുള്ള വഴക്കും ബഹളമൊക്കെ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല, അവന് വേറെ ആരോടെങ്കിലും പ്രേമോ ഇഷ്ടമോ അങ്ങനെ വല്ലതും ഉണ്ടോ പോലും? അപ്പം മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആര്യന് കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നോ? അവനാകെ ടെൻഷനാണ്. കല്യാണത്തിന് ഒന്നാമത് മിത്ര ഇഷ്ടമായിരുന്നില്ല, അതുപോലെ കൃഷ്ണമംഗലംകാരോടുള്ള ശത്രുത, ഇതെല്ലാം കൂടി ആയപ്പോഴാണ്. വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? എന്നാലും ഇന്നത്തെ ദിവസം തല്ലുണ്ടായിരുന്നോ അല്ലേ? അങ്ങനൊന്നും ഇല്ലാമേ, സാരമില്ല, പോട്ടെ. എന്നാലും റൂമിൽ അവർ വല്ല വഴക്കും നടക്കുമോ എന്ന് ഗോമതി ആശങ്കപ്പെട്ടിങ്ങനെ നിൽക്കുക. അപ്പം മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നും നടക്കത്തില്ല, പേടിക്കൊന്നും വേണ്ടെന്നേ. എന്തായാലും രണ്ടുപേരും, അതായത് മിത്രയും ആര്യനും ഒരു കട്ടിലിൽ രണ്ടിടത്തായിട്ട് പുറംതിരിഞ്ഞ് രണ്ട് ധ്രുവങ്ങളിലിരിക്കുന്ന മാതിരി ഇങ്ങനെ ഇരിക്കുകയാണ്. ടെറസിൽ ഞാൻ സമാധാനമായിട്ട് കിടന്നത്, അതിനിടയ്ക്ക് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. താലി പൊട്ടിച്ച് കളഞ്ഞ് തിരിച്ച് എല്ലാം പറഞ്ഞതല്ലേ, നിനക്കത് ചെയ്തുകൂടായിരുന്നോ? സമാധാനം കിട്ടുമായിരുന്നല്ലോ ബാക്കിയുള്ളവർക്ക്. അപ്പോഴേക്കും മിത്രൻ ചോദിച്ചു, അതെ, ഞാൻ പറഞ്ഞതല്ലേ താലി പൊട്ടിക്കാൻ. പഴയ ദേഷ്യമോ ഉടക്കമോ ഒന്നും വെച്ച് പറയുകയല്ല, നമ്മൾ തമ്മിൽ ചേരില്ല ആര്യ. അപ്പോഴും ആര്യനും പറഞ്ഞു, ശരിയാ, നമ്മൾ തമ്മിൽ ചേരില്ല, എത്രയോ കാലം ജീവിക്കേണ്ടതാ, ആയുസ് മൊത്തം തല്ലും വഴക്കുമായിട്ട് ഇങ്ങനെ കഴിയാനാണോ? ഞാൻ സത്യം പറയാലോ, നിൻ്റെ മുഖം കാണുമ്പോഴേ എനിക്ക് ദേഷ്യ മിത്ര. തിരിച്ചു അങ്ങനെ തന്നെയായിരിക്കും എനിക്കറിയാം, അല്ലേ? എൻ്റെ മുഖം കാണുമ്പോഴും അങ്ങനെ തന്നെയല്ലേ നിനക്ക്? എന്താ നീ ഉത്തരം പറ. അപ്പോൾ ആര്യൻ തന്നെ ചോദിക്കുന്നു. ആര്യൻ തന്നെ ഉത്തരം പറയുന്നു. പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? അല്ല, നിനക്കെന്നോട് ദേഷ്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യമോ പകയോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിലിപ്പോൾ ഒരു മരവിപ്പാണുള്ളത്. അത് സത്യമാണ്. 2-3 ദിവസം കൊണ്ട് ജീവിതം ആകെ കൈവിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു മരവിപ്പ്, അതാണിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു മരവിപ്പാണ് എനിക്കുള്ളത്. ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിക്കല്ലേ. അപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ സമ്മതിക്കാൻ പാടില്ലായിരുന്നു മിത്ര.
അപ്പം അതൊക്കെ നമ്മളിതിനു മുമ്പ് സംസാരിച്ചതല്ലേ, ആര്യനെ എതിർക്കാൻ പാടില്ലായിരുന്നോ, പറ്റില്ലെന്നങ്ങ് പറയത്തില്ലായിരുന്നോ, എല്ലാം അവിടെ അവസാനിക്കില്ലായിരുന്നോ? ഇതിപ്പോൾ താലിയും കെട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ വഴക്കൂടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്ന ഞാനല്ലേ. ഓഹോ, എന്തോന്ന് നീ അനുഭവിക്കുന്നതെന്നോ? നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത്. ഗുരുവായൂരിൽ വെച്ച് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? നിനക്കൊരു ജീവിതം തരികയല്ലേ എൻ്റെ അമ്മ ചെയ്തത്. എന്നിട്ട് ഇപ്പം പറയുന്നത് കേട്ടില്ലേ, നീ അനുഭവിക്കാന്ന്. ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നതേ നീയല്ല, ഞാനാ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ആര്യ ഞാൻ പറഞ്ഞു, ദയവായി എന്നെ രക്ഷപ്പെടുത്തി എനിക്ക് തന്ന ഔദാര്യമാണ് ഈ വിവാഹം എന്നൊന്നും പറയല്ലേ ആര്യ. എൻ്റെ ജീവിതം ഞാൻ തന്നെ തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ അല്ലേ. എന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചിട്ട് ഔദാര്യമാണ്, സഹതാപം കാണിച്ചതാണ് എന്നൊന്നും പറയല്ലേ ആര്യ. പറയണ്ട. എനിക്ക് ആരുടെ സഹതാപം ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞാൻ ടെറസിൽ തന്നെ പൊക്കോളാം, അവിടെ എനിക്ക് സമാധാനം കിട്ടും. അപ്പോൾ വീണ്ടും ടെറസിൽ പോയി കിടക്കുന്നത് അപ്പച്ചിക്കും മീനാക്ഷി ചേച്ചിക്കും വിഷമം ഉണ്ടാക്കൂലേ. അപ്പച്ചിയുടെ വിഷമമൊക്കെ ഞാനങ്ങ് സഹിച്ചു, എൻ്റെ അമ്മയല്ലേ, അമ്മയോട് ഞാൻ പറഞ്ഞോളാം എന്ന് ആര്യം പറയുകയാണ്. എന്നിട്ട് ആര്യം പുറത്തിറങ്ങി പോവുക. എന്തായാലും നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടെ ആര്യനെ പിടിക്കാനായിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കയ്യോടെ പൊക്കി, നീ വരുന്ന ഞങ്ങൾക്ക് അറിയാമായിരുന്നടാ, മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നേ. അപ്പോൾ ഇല്ല അമ്മ, എനിക്ക് അവളെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല. നീ അവളെ ഭാര്യയായിട്ട് കാണണ്ട, അവൾ നിന്നെ ഭർത്താവായിട്ടേ കണ്ടോളും, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടെ ഇവനെ നിർബന്ധിക്കുകയാണ് മുറിയിലേക്ക് പോകാനായിട്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം തന്നെയാണ്, സ്നേഹവും ഇഷ്ടവും ദാമ്പത്യമൊക്കെ അങ്ങനെ മനസ്സിൽ നിന്ന് തോന്നേണ്ടതല്ലേ, നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുമോ? മനസ്സിൽ നിന്ന് തോന്നണം. അമ്മ എന്താ പറയണത്? ഞാൻ മനുഷ്യൻ അമ്മാരമൊന്നുമല്ല, എൻ്റെ തോന്നൽ വെച്ച് കാര്യങ്ങൾ ചെയ്യാനല്ലേ എനിക്ക് പറ്റുള്ളൂ. നീ ഇനി എന്തൊക്കെ തത്വം പറഞ്ഞാലും ശരി, എന്തൊക്കെ ഉദാഹരണം പറഞ്ഞാലും ശരി, നീയും ഇത്രയും ഇന്ന് ഒരു റൂമിൽ ഉറങ്ങുള്ളൂ, വന്നേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവനെ നിർബന്ധിച്ച് ആ മുറിയിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ്. എന്നെ പരീക്ഷിക്കാൻ നിന്നേക്കരുത്, എൻ്റെ അപേക്ഷയാണ്. ആരിന് ഇറങ്ങിപ്പോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കായിരുന്നു മിത്ര എന്നൊക്കെ ഇവർ പറയുക കേട്ടോ. മോളെ, നീ ഇവൻ്റെ ഭാര്യയാണ്, ഭർത്താവിനെ ഉപദേശിക്കാൻ മാത്രമല്ല ശാസിക്കാനും അവകാശമുണ്ട് ഭാര്യയ്ക്ക്. ഇനി ഇവിടെ ഈ മുറിയിൽ നിന്ന് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളിൽ മറ്റൊരാളെ ഇടപെടുന്നത് ശരിയാണോ അപ്പച്ചി? മോള് ന്യായം പറഞ്ഞു തുടങ്ങിയില്ലേ. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഭാര്യ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ഏത് ഭർത്താവിനെ നേരെയാക്കാൻ പറ്റും. അയ്യോ, ഇവിടെ ഞാനൊന്ന് ഇടപെടട്ടെ അമ്മേ. ഒരാൾക്ക് നേരെ ആവണമെന്നുണ്ടെങ്കിലേ അയാൾ തന്നെ ആദ്യം ഒന്ന് വിചാരിക്കണം കേട്ടോ. അല്ലാതെ ഭർത്താവിനെ നേരെയാക്കാന്ന് ഭാര്യ ശപഥം ചെയ്തിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഒരു നല്ല കുടുംബജീവിതത്തിന് 2 പേർക്കും ഒരുപോലെ കടമയുണ്ട്. അപ്പോൾ 2 പേരും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങുക വേണ്ടത്. നിങ്ങളെ നന്നായി ജീവിക്കുന്നത് എൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വമായിപ്പോയി, അതുകൊണ്ടായി ഈ കൈ കാലിന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഗോമതിയും മീനാക്ഷിയും കൂടി അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പം ആര്യൻ പറഞ്ഞു, ആ പാല് വെറുതെ ചീത്തയാക്കി കളയണ്ട, എടുത്ത് കുടിക്കുക. അപ്പം മിത്ര പറഞ്ഞു, എനിക്ക് വേണ്ട ആര്യ. എന്നാൽ വെറുതെ കളയണ്ട, ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞ് നമ്മുടെ ആര്യൻ അതെടുത്ത് മൊത്തം കുടിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നീ എവിടെ കിടക്കുന്നത്, കട്ടിലോ താഴെയോ എന്ന് മിത്രയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര ചോദിച്ചു, ആര്യൻ എവിടെ കിടന്നാലേ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക, കട്ടിലോ താഴെയോ? എനിക്ക് ഈ മുറിയിൽ നിന്ന് മാറിയാലേ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. എന്താ ഈ മുറിയിൽ നിന്ന് മാറി കിടന്നോ? ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ മുറിയിൽ നിന്ന് പോവില്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ അഹങ്കാരത്തിലല്ലേ നീ ഇപ്പം എന്നോട് പൊക്കോളാൻ പറയുന്നത്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അല്ല, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. മറ്റൊരാൾക്കൊരു ഭാരമാകാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. 2 പേരും ആ ഒരു ശത്രുതയിൽ തന്നെയാണ് ഇപ്പോഴും. വാക്ക് തർക്കത്തിൽ ആര് ജയിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാട്ടോ വലിയ ഉഷാറോടെ അല്ല എനിക്ക് കഥ പറയാൻ പറ്റുന്നത്, അതെനിക്കറിയാം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ഓക്കെ ആകുമെന്ന് വിശ്വസിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.